ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടിക്കൊണ്ട് നമുക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധാത്മാവായ സ്നേഹദൈവമേ, ഈ ശുശ്രൂഷയുടെ സമ്പൂർണ്ണ നിയന്ത്രണം അങ്ങേക്ക് ഏൽപ്പിച്ചു തരുന്നു. അങ്ങ് ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇതിനു മുമ്പ് കഴിഞ്ഞ 2 ദിനങ്ങളിലായി 2 വീഡിയോസ് ചെയ്തിരുന്നു. അത് കാണാത്തവരത് കാണണം. ഈ വീഡിയോയുടെ ലാസ്റ്റ് അത് അറ്റാച്ച് ചെയ്തേക്കാം. അതുമായി തന്നെ ബന്ധമുള്ള അതിൻ്റെ ഒരു തുടർച്ച എന്ന രീതിയിലാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അതേസമയം ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർക്ക് ഒരു പുതിയ വീഡിയോ വ്യക്തമായ വിഷയം മനസ്സിലാകത്തക്ക രീതിയിലുള്ള ഒരു സന്ദേശവുമായിരിക്കും. അനേക വർഷങ്ങളായി ഞങ്ങൾ ചെയ്തു വരുന്ന ഒരു ശുശ്രൂഷയാണ് സത്യവിശ്വാസ പ്രബോധനങ്ങൾ പങ്കുവയ്ക്കുക എന്നത്. അതിന് ഏറ്റവും അധികം സ്വാധീനിച്ചൊരു കാര്യം നമ്മൾ അല്പം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ആദിപാപം, ആദോഹവയം ചെയ്ത ആദിപാപം, അത് മനുഷ്യരിലേക്ക് ഉത്ഭവമായിട്ട് കടന്നു വരുന്നു. യുഗാന്ത്യം വരെ, അവസാന മനുഷ്യരിലേക്ക് വരെ അത് എത്തിച്ചേരും. ഇതിന് കാരണമായ വിഷയം എന്താണ് ആദിപാപത്തിന് കാരണം? അതേക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ, ചിന്തിക്കുമ്പോഴൊക്കെ പല പല കാര്യങ്ങളും നമ്മൾ പറയും. അതൊക്കെ ശരിയുമായിരിക്കും. എന്നാൽ മനോഹരമായൊരു ചിന്ത പങ്കുവയ്ക്കാൻ വേണ്ടിയുള്ളത്, സാത്താൻ വന്ന് ഹവയോട് അല്ലെങ്കിൽ ആദി മാതാപിതാക്കളോട് പറഞ്ഞ ഒരു നുണവചനത്തിൽ നിന്നാണ്, ഒരു അബദ്ധ പ്രബോധനത്തിൽ നിന്നാണ് ആദിപാപം ഉണ്ടാകുന്നത്. സാത്താൻ്റെ അബദ്ധ പ്രബോധനത്തിൽ നിന്നാണ് ആദിപാപം ഉണ്ടാകുന്നത്. നോക്കൂ, ഒരു അബദ്ധ പ്രബോധനത്തിന് ഹവ്വ അല്ലെങ്കിൽ ആദി മാതാപിതാക്കൾ ശ്രദ്ധ കൊടുത്തതുകൊണ്ട് എത്ര വലിയ ദുരന്തമാണ് ലോകാവസാനം വരെയുള്ള മനുഷ്യരിലേക്ക് കടന്നു വന്നത്. ഒരു അബദ്ധ പ്രബോധനത്തിന് എന്തുമാത്രം ദൂരവ്യാപകമായ ഫലങ്ങളുണ്ട്. ഇതിനുള്ള ധാരാളം തെളിവുകൾ സഭയിലുണ്ട്, ധാരാളം തെളിവുകൾ. ബിഷപ്പ് ഫുൾട്ടൻ ജഷീൻ പറയുന്നത്, അറേബ്യൻ നാട്ടിലുണ്ടായിരുന്ന ക്രൈസ്തവർ പരിശുദ്ധ ത്രിത്വ വിശ്വാസത്തെ തെറ്റായിട്ട് മനസ്സിലാക്കിയതിൽ നിന്നാണ് ഇസ്ലാം മതം ആരംഭിക്കുന്നത്. ജോൺ ഡെമഷീൻ എന്ന് പറയുന്ന ഒരു പാഷണ്ഡിയായ സന്യാസി, ജോൺ ഡെമഷീൻ എന്ന് പറയുന്നൊരു സഭാപിതാവുണ്ട്, അദ്ദേഹമല്ല, വേറൊരു സന്യാസി, പിതാവും പുത്രനും പരിശുദ്ധ കന്യാമറിയുമാണ് ത്രിത്വം എന്ന് തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് ഒരു ബഹുദൈവ വിശ്വാസം പോലെ ക്രൈസ്തവ വിശ്വാസത്തെ അവതരിപ്പിച്ചപ്പോൾ ഒരു ഏകദൈവ വിശ്വാസം കൊണ്ടുവരാൻ ശ്രമിച്ചതിൽ നിന്നാണ് ഇസ്ലാം മതത്തിൻ്റെ ആരംഭം എന്നൊക്കെ ബിഷപ്പ് ഫുൾട്ടൻ ജഷീൻ പറയുന്നുണ്ട്. എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, അതുമായി ബന്ധപ്പെട്ട് പല വിശദീകരണങ്ങളും ഉണ്ടാകാം. പക്ഷേ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു അബദ്ധ പ്രബോധനത്തിന് അത്രമാത്രം ദൂരവ്യാപകമായ ഫലം സഭയിൽ ഉണ്ടാക്കാൻ കഴിയും, അത്ര വലിയ അപകടം സൃഷ്ടിക്കാൻ വേണ്ടി കഴിയും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് അബദ്ധ പ്രബോധനങ്ങൾക്കെതിരെ ഏത് വിധേയനെയും ഒരു നിലപാട് സ്വീകരിക്കുക എന്നത് സഭയിലുള്ള എല്ലാവരുടെയും, പ്രത്യേകിച്ച് അധികാരപ്പെട്ടവരുടെ, ശുശ്രൂഷകരുടെ, ഓരോ വിശ്വാസിയുടെയും ഒരു വലിയ കടമയായിട്ട് തന്നെ കരുതേണ്ടതാണ്. ഇന്ന് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നതും ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ സമീപകാല കേരള സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ആഗോള സഭയുടെ തന്നെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം, ഏറ്റവും അധികം അബദ്ധപ്രബോധനം കടന്നു വരുന്നൊരു ഏരിയ അത് എസ്കറ്റോളജിക്കൽ മേഖലയാണ്, യുഗാന്ത്യ ദൈവശാസ്ത്ര മേഖലയാണ്. കാരണം ലളിതമാണ്, മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട വെളിപാടുകളും അല്ലെങ്കിൽ പ്രബോധനങ്ങളുമൊക്കെ പക്ഷേ മറ്റു ദൈവശാസ്ത്ര മേഖലയേക്കാൾ കുറച്ച് കുറവായിരിക്കും ഈ എസ്കറ്റോളജിക്കൽ മേഖലയിലുള്ള സഭയുടെ പ്രബോധനങ്ങളും സഭയിലുള്ള ദൈവശാസ്ത്ര ചിന്തകളും. കാരണം നമുക്കറിയാം, മരണശേഷമുള്ള വരാനിരിക്കുന്ന ഒരു ജീവിതവുമായി ബന്ധപ്പെട്ടായിരിക്കുന്നത് കൊണ്ട് ആ ഒരു മേഖലയിൽ സങ്കീർണത വരാനുള്ള സാധ്യത കുറവാണ്, സാധ്യത കൂടുതലാണ്. ഈ ഒരു സാധ്യതയെ മുതലെടുത്തുകൊണ്ടാണ് സാത്താൻ ഏറ്റവും അധികം പാഷാണ്ഡതകൾ, അബദ്ധ പ്രബോധനങ്ങൾ ഈ ഒരു വഴിയിൽ കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കേരള സഭയിൽ വലിയ അസ്വസ്ഥത സൃഷ്ടിച്ച അബദ്ധ പ്രബോധനമായിട്ട് സഭ കണ്ടെത്തിയ ഒരു ഗ്രൂപ്പായിരുന്നു സ്പിരിറ്റ് ഇൻ ജീസസ് എന്നൊരു ഗ്രൂപ്പ്. അവരെ സംബന്ധിച്ച് തനതുവിധിയെ അവർ നിഷേധിക്കുകയും നരകത്തിലേക്ക് പതിച്ച
ആത്മാക്കളെ അവിടെ പോയി വചനം പ്രഘോഷിച്ച് രക്ഷിക്കാൻ സാധിക്കുമെന്ന് പഠിപ്പിക്കുകയും ചെയ്തു. എന്നാൽ കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് വിശുദ്ധ ബൈബിളിനെ ആധാരമാക്കിയുള്ള കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് മാരകഭാവത്തിൽ മരിച്ചവരെ ആത്മാക്കൾ എന്നേക്കുമായി അവിടെ നിത്യശിക്ഷ അനുഭവിക്കും എന്നാണ്. അതിന് വിരുദ്ധമായൊരു അബദ്ധപ്രബോധനമായിരുന്നു അവർ പഠിപ്പിച്ചത്. അതായത് തനതുവിധി എന്നുള്ള ആ എസ്കറ്റോളജിക്കൽ വിഷയത്തെ തെറ്റായിട്ട് പഠിപ്പിച്ചു. പിന്നെ യൂണിവേഴ്സലിസം എന്നുള്ള ഒരു പാഷാണ്ടത് അബദ്ധപ്രബോധനം ഇന്ന് കേരള സഭയിൽ തന്നെ ചിലത് പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഈശോ കുരിശിൽ മരിച്ചു, എല്ലാം പൂർത്തിയായി, ടെറ്റ്ലസ്റ്റായി, അങ്ങനെ ഈശോ എല്ലാം പൂർത്തിയാക്കിയതുകൊണ്ട് ഞാനും നരകത്തിൽ പോവുകയില്ല, എല്ലാവരും സ്വർഗത്തിൽ പോകും. ദൈവം കരുണയായിരിക്കുന്നതുകൊണ്ട് ദൈവത്തിന് ആരെയും നരകത്തിലേക്ക് പോകാൻ അനുവദിക്കാൻ സാധ്യമല്ല എന്നൊരു പഠിപ്പിക്കുന്നു. ഇവിടെ നിത്യനരകം എന്നുള്ള ആ ഒരു എസ്കറ്റോളജി വിഷയത്തെയാണ് തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നത്. ഈശോയുടെ രണ്ടാം വരവിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഇമ്മാനുവൽ എംപറർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് വന്നത്. നമുക്കറിയാം ഈ ഗ്രൂപ്പിലൂടെയെല്ലാം 10,000-കണക്കിന് ആത്മാക്കളാണ് സഭയിൽ നഷ്ടപ്പെട്ടത്. ഒരുപക്ഷെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതിനോട് ചേർന്ന് സംഭവിക്കാവുന്ന മറ്റൊരു ദുരന്തമാണ് എനിക്ക് മുമ്പ് മരിച്ചുപോയ പൂർവികർ അവർ ചെയ്ത പാപങ്ങൾക്ക് അവർ ചെയ്ത പാപങ്ങളുടെ ഫലമായിട്ടാണ്, ശിക്ഷയായിട്ടാണ് ഇന്ന് എന്നിലും എൻ്റെ കുടുംബത്തിലും വലിയ തകർച്ചയുള്ളത്. അതുകൊണ്ട് അവരെ ശുദ്ധീകരിച്ച് അവരെ കയറ്റിവിട്ടാൽ മാത്രമേ ഞാനും എൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കൂ എന്നുള്ള അങ്ങനെ ഒരു കാഴ്ചപ്പാട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതിന് പ്രബോധനമായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇത് വളരെ അപകടം സൃഷ്ടിച്ച് കത്തോലിക്ക വിശ്വാസത്തിൽ നിന്ന് വഴിതെറ്റിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ മുമ്പ് ചെയ്തിരുന്ന വീഡിയോ ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഞാൻ ചില കാര്യങ്ങൾ ഇന്നും സംസാരിക്കാനുള്ളത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരാൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്നിലും എൻ്റെ കുടുംബത്തിൽ ഇപ്പോൾ ഉള്ള തകർച്ചകൾ ആത്മീയ പ്രശ്നമാകട്ടെ ഭൗതിക പ്രശ്നമാകട്ടെ എൻ്റെ കാരണം എൻ്റെ പൂർവികർ ചെയ്ത പാപം മുഖേനയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ അവിടെ നിന്ന് ശുദ്ധീകരിച്ചാൽ മാത്രമേ എൻ്റെ പ്രശ്നം മാറത്തുള്ളൂ. അപ്പോൾ ഇദ്ദേഹം ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോ ജസ്റ്റ് പരാമർശിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ആ വ്യക്തി ഇദ്ദേഹം പ്രാർത്ഥിക്കാൻ ശ്രമിക്കുന്നവർ അവരെ നിത്യനരകത്തിലാണെന്ന് വിചാരിക്കുക. സഭയുടെ വിശ്വാസം അനുസരിച്ച് നിത്യനരകത്തിലുള്ളവർക്ക് ഭൂമിയിൽ നിന്നുള്ള ഒരു പ്രാർത്ഥനയും അവർക്ക് ഫലദായമാകുകയില്ല. അപ്പോൾ ഈ വ്യക്തിന് എന്ത് ചെയ്യും? ഇദ്ദേഹം പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ആ പ്രാർത്ഥനയുടെ ചില ഫലങ്ങൾ ഇദ്ദേഹത്തിന് ലഭിക്കാമെന്നുണ്ടെങ്കിൽ തന്നെയും മറ്റേ വ്യക്തിയെ രക്ഷിച്ചിട്ട് ഇയാൾക്ക് രക്ഷപ്പെടാമെന്നുള്ള ആ ഒരു ലക്ഷ്യം സാധിക്കുകയില്ല. ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം, പലപ്പോഴും ഒരു കൂട്ടർ അറിയുകയാണ് നിൻ്റെ പൂർവികർ മുഖേനയാണ് നീ എന്നൊരു കുടുംബം ഇപ്പോൾ തകർച്ചയിലായിരിക്കുന്നത്. അപ്പോൾ പൂർവികരോട് പലപ്പോഴും ദേഷ്യവും വെറുപ്പുമാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ഈ വെറുപ്പും ദേഷ്യവും ഉള്ളിൽ വെച്ചിട്ട് പിന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് വിചാരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ എന്തുമാത്രം ആ വ്യക്തിക്ക് ഫലമുണ്ടാക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇങ്ങനെയുള്ള വ്യക്തികൾ ഇവരുടെ പൂർവികർ കിടക്കുന്നത് ശുദ്ധീകരണ സ്ഥലത്താണെങ്കിലും വെറുപ്പും വിദ്വേഷം ഇഷ്ടക്കേടും ഒക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അത് ഫലദായകമാകുമോ എന്നും ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇങ്ങനെയൊരു വിഷയം വിശ്വാസികളിലേക്ക് വരുന്നത് എന്തുമാത്രം ആത്മീയ വളർച്ചയ്ക്ക് കാരണമായി തീരും നമ്മൾ ന്യായമായിട്ട് ചിന്തിക്കേണ്ടതാണ്. ഇങ്ങനെ വിചാരിക്കുക, പൂർവികരായിട്ടുള്ള വ്യക്തികൾ നിത്യനരകത്തിലാണ്, അവർ തീരെ പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ പരിണിത ഫലം ഇപ്പോഴുള്ള തലമുറ വ്യക്തി അനുഭവിക്കാൻ പാടില്ല. ദൈവത്തിൻ്റെ കരുണ കൊണ്ടും ദൈവത്തിൻ്റെ കൃപ കൊണ്ടും ദൈവത്തിൻ്റെ ആ സ്നേഹം കൊണ്ടുമൊക്കെ ഇയാൾ സുരക്ഷിതനായിരിക്കണം. ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരനെ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹം എവിടെ ധ്യാനത്തിന് പോയ സമയത്ത് അദ്ദേഹത്തോട് കൗൺസിലിംഗ് നടത്തുന്ന ആൾ പ്രാർത്ഥിച്ചിട്ട് പറയുകയാണ്, നിങ്ങളുടെ അപ്പൻ ഇങ്ങനെ ആത്മഹത്യ ചെയ്തതാണല്ലേ, ഇങ്ങനെ ആത്മഹത്യ ചെയ്തതായിരുന്നു. അപ്പോൾ നിങ്ങളുടെ അപ്പൻ നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി നിങ്ങളെ പുറകെ നടക്കുകയാണ്. ഈ ധ്യാനിക്കാൻ വേണ്ടി പോയ സഹോദരന് പല ആക്സിഡൻറ്റിൽപ്പെട്ട വ്യക്തിയാണ്, മരണാസന്നനായ വ്യക്തിയാണ്, മരണത്തിന് കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് പറയുകയാണ്, നിങ്ങളുടെ അപ്പന് നിങ്ങളോട് ഉള്ളിൽ വെറുപ്പ് വിദ്വേഷമാണ്, അതുകൊണ്ട് നിങ്ങളെ എങ്ങനെ നശിപ്പിക്കാൻ വേണ്ടി ആ അപ്പൻ ഇറങ്ങിത്തിരിച്ച് പ്രവർത്തിക്കുന്നതാണ് നിങ്ങൾക്കുണ്ടായ ഈ ആക്സിഡൻറ്റ്, അപകടം. ചിന്തിച്ചു നോക്കുക, എന്തായിരിക്കും ഈ ഇദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിത്യനരകത്തിൽ ഇദ്ദേഹം ആത്മഹത്യ ചെയ്തതുകൊണ്ട് നിത്യനരകത്തിലാണെന്ന് വിചാരിക്കുക. നിത്യനരകത്തിൽ പെട്ടുപോയ ഒരാത്മാവിന് ഒരിക്കലും ഭൂമിയിലുള്ള വിശ്വാസികളുടെ അടുത്ത് വന്ന്
മനുഷ്യരുടെ അടുത്ത് വന്ന് ആ വ്യക്തികളുമായിട്ട് സമ്പർക്കം പുലർത്താൻ സാധ്യമല്ല. ഇത് കത്തോലിക്കാ സഭയുടെ വിശ്വാസമാണ്. നരകത്തിൽ പോയ ആത്മാക്കൾക്ക് ഇങ്ങനെ വരാൻ സാധിക്കുകയില്ല. ഇനി അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന ഇങ്ങനെ വന്നു അല്ലെങ്കിൽ ശല്യപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് ഈ അപ്പൻ നരകത്തിലാണെങ്കിൽ അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്ന ആവശ്യമൊന്നുമില്ല. ആത്മഹത്യ ചെയ്ത് എല്ലാവരും നരകത്തിൽ പോകുന്ന കത്തോലിക്കാ സഭ വിശ്വസിക്കുന്നുമില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ് അവർ നരകത്തിലേക്ക് പോകുമെന്ന് സഭ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പിതാവ് അങ്ങനെ നരകത്തിൽ പോയി എന്ന് നമ്മൾ ഉറപ്പോടെ വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ നരകത്തിലാണെങ്കിൽ തന്നെയും ആ വന്ന് ശല്യപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെ പിതാവല്ല. രണ്ട്, ഇദ്ദേഹത്തിൻ്റെ പിതാവ് ശുദ്ധീകരണത്തിലാണെന്നുണ്ടെങ്കിൽ വെറുപ്പും വിദ്വേഷം വെച്ചുകൊണ്ട് ഈ മകനെ വധിക്കാൻ വേണ്ടി ഇദ്ദേഹം പറഞ്ഞ് നടക്കുക. അങ്ങനെ വരുമ്പോൾ ഈ വെളിപാട് ഇത് എവിടുന്ന് വരുന്നതാണ്? ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഈ വിശ്വാസിയെ രണ്ട് ചിന്തയെ കൊടുക്കുന്നു. ഒന്ന്, നിൻ്റെ പൂർവികർക്ക് നിന്നെ ശല്യപ്പെടുത്താൻ വേണ്ടി പറ്റും, നിന്നെ നശിപ്പിക്കാൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ കാര്യം, അത് തെറ്റായ ധാരണ. രണ്ടാമത്തെ കാര്യം, ഈ ജീവിച്ചിരിക്കുന്ന ആളെ നശിപ്പിക്കാൻ വേണ്ടി നരകത്തിൽ നിന്ന് ആൾ വരിക, അത് തെറ്റായിട്ടുള്ള ഒരവസ്ഥ. ഇതെങ്ങനെ സാധിക്കുന്നു? ഈ അനുഭവങ്ങൾ അങ്ങനെ വരുന്നു. ഇത് പിശാചിൻ്റെ പ്രവൃത്തിയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ സ്പിരിറ്റ് ഇൻ ജീസസ് എന്ന് പറയുന്ന ഗ്രൂപ്പ്, അവർക്കുണ്ടാകുന്ന ചില അനുഭവങ്ങൾ അവർ പറയുന്നത് നരകത്തിലുള്ള ചില ആത്മാക്കൾ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ചങ്ങലയൊക്കെ വലിച്ചുകൊണ്ട് ഇവരുടെ അടുത്തേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചു വരുന്നു. അവർ പ്രാർത്ഥിക്കുന്നു, വചനം പറയുന്നു, അപ്പോൾ അവർ രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പോകുന്നു. ഇവർക്ക് അനുഭവം ഉണ്ടാവുകയാണ്. ആത്മാക്കൾ അടുത്ത് വരുന്നത്, സംസാരിക്കുന്നവർക്ക് അനുഭവം ഉണ്ടാവുകയാണ്. പ്രിയമുള്ളവരെ, നരകത്തിലുള്ള ആത്മാക്കൾ ഇങ്ങനെ വരികയില്ല എന്നതുകൊണ്ട് ഇങ്ങനെ അനുഭവം ഉണ്ടാകുന്നുണ്ടെങ്കിൽ തന്നെയും ആ അനുഭവം പിശാച് കൊടുക്കുന്നതാണ്. അപ്പോൾ കത്തോലിക്കാ സഭയുടെ ശരിയായ പ്രബോധനത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ മൂലമാണ് ഇങ്ങനെയുള്ള ഈ അനുഭവത്തെ സ്വീകരിക്കേണ്ട കാരണമായി തീർന്നത്. അറിയപ്പെടുന്നൊരു മിസ്റ്റേക്ക് പറഞ്ഞൊരു അനുഭവം ഓർക്കുകയാണ്. വളരെ അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചുപോയി. അപ്പോൾ അത് മകൾക്കാണ് ഈ അനുഭവം ഉണ്ടാകുന്നത്. അപ്പന് അവർ ജീവിച്ചിരുന്ന ഫ്രാൻസിലായിരുന്നു. അവിടുന്ന് അവർ വേറൊരു നാട്ടിലേക്ക് താമസം മാറി. അപ്പന് ഫ്രഞ്ച് ഭാഷയ്ക്ക് നല്ല വശമുള്ള വ്യക്തിയാണ്. അപ്പോൾ മരിച്ച് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഈ മകൾക്ക് ചില ദൈവാനുഭവങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അവൾക്ക് തന്നെ, ഞാനൊരു പാപിനിയായ സ്ത്രീയാണല്ലോ, എനിക്കിങ്ങനെ ദൈവാനുഭവം ഉണ്ടാവുമെന്നൊക്കെ അവളിങ്ങനെ എളിമകൊണ്ട് സംശയിച്ചു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഇവളുടെ അപ്പൻ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഫ്രഞ്ച് ഭാഷയിൽ തന്നെ പറഞ്ഞു, ഇത് നിനക്കുണ്ടാകുന്ന അനുഭവങ്ങളൊന്നും ദൈവികമല്ല, പിശാചാണ് നിന്നെ നയിക്കുന്നത്. ഇവൾക്കത് വിശ്വസിക്കാൻ വേണ്ടി തോന്നി. പിന്നെ പെട്ടെന്ന് സംശയം തോന്നിയിട്ട് ഇവൾ പ്രത്യേകം മിഖാൽമാലയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഉടനെ ഈ അപ്പനായിട്ട് വന്നയാൾ ഓടി രക്ഷപ്പെട്ടു. അതായത് അപ്പൻ്റെ രൂപത്തിൽ, അപ്പൻ്റെ സ്വരത്തിൽ, അപ്പനറിയാവുന്ന ഫ്രഞ്ച് ഭാഷയിൽ വെളിപ്പെടുത്തി കടന്നു പോകുന്ന അനുഭവങ്ങളെക്കുറിച്ച് അറിയാവുന്ന ആ ഒരു അവസ്ഥയിൽ അതിനെ മുതലെടുത്തുകൊണ്ട് പിശാച് വന്നതാണ്. ഇങ്ങനെയുള്ള പലവിധ രീതികളിലൂടെ ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസത്തെക്കുറിച്ച് ശരിയായ ബോധ്യമില്ലാത്തവരെ വഴിതെറ്റിക്കാൻ വേണ്ടി പിശാച് ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എത്ര വലിയ അനുഭവങ്ങളും ബോധ്യങ്ങളും നമുക്ക് ലഭിച്ചാലും അത് വിശുദ്ധ ബൈബിളിൻ്റെ, പ്രത്യേകിച്ച് അതിന് വ്യാഖ്യാനിച്ച് നൽകുന്ന സഭയുടെ പ്രബോധനങ്ങൾക്ക് അനുസൃതമല്ല എൻ്റെ അനുഭവങ്ങളും എൻ്റെ ബോധ്യങ്ങളുമെങ്കിൽ നമ്മളതിനെ തള്ളിക്കളയണം എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് കത്തോലിക്ക സഭയിൽ ആഴമേറിയ വിശ്വാസമുണ്ടാകണം, സഭയുടെ പ്രബോധനത്തെക്കുറിച്ച് അറിവുണ്ടാകണം. ഇനി നമുക്ക് ഇങ്ങനെ അറിവില്ലെങ്കിൽ, നമ്മൾക്കിങ്ങനെ അനുഭവമൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമ്മളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി സഭാപരമായ അറിവുള്ളവർ വന്നു കഴിയുമ്പോൾ നമ്മൾ എളിമയോടെ സ്വീകരിക്കാനുള്ള മനസ്സ് വേണം. നിങ്ങൾ ഓർക്കുന്നുണ്ടാകണം, ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, പൗലോസ് അപ്പോസ്തലന് സ്വർഗത്തിൽ നേരിട്ട് വെളിപാട് ലഭിച്ച വ്യക്തിയാണ്, ഈശോ ഒന്ന് നേരിട്ട് പഠിപ്പിച്ച വ്യക്തിയാണ്. എങ്കിലും പൗലോസ് അപ്പോസ്തലനെ സംബന്ധിച്ച് അദ്ദേഹം എടുത്തൊരു നിലപാട്, ഇദ്ദേഹം തനിക്ക് ലഭിച്ച ബോധ്യങ്ങൾ വിശുദ്ധ പത്രോസിൻ്റെ അടുത്ത് പോയി അല്ലെങ്കിൽ യാക്കോബിൻ്റെ ഒക്കെ അടുത്ത് പോയി പറഞ്ഞു കേൾപ്പിക്കുകയാണ്. അതിന് കാരണം അദ്ദേഹം പറയുന്നത്, ഞാൻ ഓടിയതുമൊക്കെ വ്യർത്ഥമായിരിക്കാൻ വേണ്ടിയാണ്. എനിക്ക് ലഭിച്ചിരിക്കുന്ന സ്വകാര്യ വെളിപാടുകൾ എത്ര പൂർണ്ണമാണെന്ന് എനിക്ക് ബോധ്യമുള്ളപ്പോഴും തിരുസഭ ഇതിനെ പിന്താങ്ങിയാൽ മാത്രമേ ഇത് സ്വീകരിക്കൂ എന്നുള്ള ഒരു ശക്തമായ നിലപാടായിരുന്നു വിശുദ്ധ പൗലോസ് ലീഹായ്ക്കുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് വേറെയും കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കേരളത്തിലൊക്കെ തന്നെ ഒരു പുരോഹിതൻ അദ്ദേഹം പറയും, അദ്ദേഹം ശുദ്ധീകരണത്തേക്ക് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ മരിച്ചുപോയവരെ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നു, പോയി സംസാരിപ്പിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇവിടെയൊക്കെ സഭയുടെ പ്രബോധനങ്ങളുമായിട്ട് ഇത് ഒത്തുപോകുന്നില്ലെന്നുണ്ടെങ്കിൽ ഇത്തരം അനുഭവങ്ങളെ പുറകിൽ ആരാണ് എന്താണ് ഉള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായി ബോധ്യമുണ്ടായിരിക്കണം. പൗലോസിനെ കൃത്യമായിട്ട് പറഞ്ഞില്ലേ, സാത്താൻ നല്ല മാരക വേഷം കെട്ടുന്നു. ഒരു കാര്യം ഉറപ്പാണ്, വിശുദ്ധ ബൈബിളിനും സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങൾക്കും വിരുദ്ധമായി ഒരിക്കലും പരിശുദ്ധാത്മ പ്രവർത്തിക്കുകയില്ല.
അപ്പോൾ ഇങ്ങനെ ഈ ആത്മീയ ലോകത്തിലേക്ക് പോകുന്നു, കുമ്പസാരിപ്പിക്കുന്നു പറയുന്ന വൈദികം പറയുന്നത് ആ തിരുസഭ അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്കുണ്ടായ അനുഭവമാണ് സത്യം എന്നൊക്കെ അദ്ദേഹം പറയുന്നത് കേട്ടിട്ടുണ്ട്. ഏറ്റവും നിർഭാഗ്യമായ അവസ്ഥയാണത്. അങ്ങനെ സാധാരണ പലവിധ രീതികളിൽ അനുഭവങ്ങൾ നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ ഇതുവരെ ആർക്കും ഉണ്ടായിട്ടില്ലാത്തൊരു പ്രത്യേക ബോധ്യം വെളിപാടുമൊക്കെ നിങ്ങൾക്കത് കിട്ടുന്നു എന്ന് ചിന്തയൊക്കെ ജനിപ്പിച്ചുകൊണ്ട് ആത്മാക്കളെ വഴിതെറ്റിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും അക്കാര്യത്തിൽ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കും. കഴിഞ്ഞ ദിവസം വിദേശത്തു നിന്നൊരു സഹോദരൻ എന്നെ ഫോൺ വിളിക്കുകയുണ്ടായി. അദ്ദേഹം ഇങ്ങനെ ഈ അബദ്ധ പ്രബോധന വിഷയം കുറിച്ച് സംസാരിച്ചു. എന്നിട്ട് എൻ്റെ ചോദിച്ചു, കേരള സഭയിൽ ഏറ്റവും വിശ്വാസയോഗ്യനായ ധ്യാനഗുരു ആരെ നമുക്ക് ഫോളോ ചെയ്യാവുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് അതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആദ്യം ഇദ്ദേഹം വിശുദ്ധ ബൈബിൾ പൂർണ്ണ വിശ്വസിക്കുക, അതിനെ ഫോളോ ചെയ്യുക, ദൈവത്തിനെ അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. രണ്ടാമതായിട്ട് തിരുസഭയിൽ വിശ്വസിക്കുക, തിരുസഭയുടെ സത്യവിശ്വാസ പ്രബോധനങ്ങളെ ഫോളോ ചെയ്യുക, അതനുസരിക്കാൻ ശ്രമിക്കുക. പിന്നീട് ഇങ്ങനെ ജീവിച്ച വിശുദ്ധാത്മാക്കളുടെ ജീവിത ചരിത്രങ്ങളും പ്രബോധനങ്ങളും ഇദ്ദേഹം പരമാവധി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതിന് ശേഷം ഇദ്ദേഹത്തിന് ബോധ്യം ലഭിക്കും ഏത് ധ്യാനഗുരുവിനെയാണ് ഫോളോ ചെയ്യേണ്ടത്. ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ജീവിച്ചു കഴിയുമ്പോൾ നമുക്കൊരു മാനദണ്ഡം ലഭിക്കും, ആരെയാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഫോളോ ചെയ്യുന്നതായിരിക്കും ഇതാണ് വിശ്വാസയോഗ്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ഞാൻ പറയുകയുണ്ടായി. അപ്പം അത് പറയാനുള്ള കാരണം, നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആരെയാണ് ആശ്രയിക്കേണ്ടത്, എന്തിനെയാണ് ആശ്രയിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വലിയ ബോധ്യം നമുക്കുണ്ടാകണം. ശുശ്രൂഷകർ വിശ്വാസികൾക്ക് ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയും വിശ്വാസികൾ ഈ കാര്യം മുഖവിലേക്കെടുത്ത് എന്താണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് അതിന് തന്നെ പ്രാധാന്യം നൽകാൻ ശ്രമിക്കുകയും വേണം. ഇനി ഏതാനും കാര്യങ്ങൾ ഞാൻ പറയാൻ വേണ്ടി തോന്നുന്നത് കേട്ടോ. ഇത് എൻ്റെ ചില ബോധ്യങ്ങളാണ്. ഇത് എന്തുമാത്രം സുവിശേഷാനുസൃതം സഭാപ്രബോധനാനുസൃതമാണ് നിങ്ങൾ തന്നെ വിലയിരുത്തുക. ഞാനീ പറയുന്ന കാര്യത്തിൽ സഭാപ്രബോധനമായ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ തന്നെ ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ബോധ്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം എന്നുകൂടി സ്നേഹപൂർവ്വം പറയുകയാണ്. പ്രത്യേകിച്ച് ഈ പൂർവികരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുമ്പോൾ നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ ഒരു കാര്യം, നമുക്കറിയാവുന്നതുപോലെ ഹെറിഡിറ്ററി ആയിട്ട് പാരമ്പര്യമായിട്ട് ചില കാര്യങ്ങൾ വരാനുള്ള സാധ്യത നമുക്കത് ബോധ്യമുണ്ടായിരിക്കണം. ഉദാഹരണം പറഞ്ഞാൽ കടുത്ത മദ്യപാനിയായ ഒരു പിതാവിന് ജനിക്കുന്ന മോന് അല്ല മക്കൾക്ക് മദ്യപാനാസക്തി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ വ്യഭിചാരാസക്തിയോ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക്, ഇനി മാനസിക രോഗം കൊണ്ടായിരുന്നു അവർക്ക് അങ്ങനെ ആയിട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ മാനസിക രോഗം ഒരു പാവം അല്ലെങ്കിൽ തന്നെയും വ്യഭിചാരവും മദ്യപാനവും ഒക്കെ പാവമാണല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞ പാരമ്പര്യമായിട്ട് ഉണ്ടാകാം. അപ്പോൾ മാമോദീസ സ്വീകരിച്ചു എന്നതുകൊണ്ട് ഈ പ്രകൃതി ദൈവം മാറ്റി കളയുന്നില്ല. ഈ പ്രകൃതി ഒന്നുകിൽ അതൊരു സഹനമായി സ്വീകരിച്ച് വിശുദ്ധീകരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി ദൈവം നൽകുന്നതാണ്. അങ്ങനെ ഞാൻ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഓർമ്മിക്കുന്നതാണ് വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിൽ അന്ധനായ ഒരു മനുഷ്യനെ കാണുമ്പോൾ ഇത് ആരുടെ പാവം മുഖേനയാണ്, ഇവൻ്റെയാണോ ഇവൻ്റെ പൂർവികന്മാരെയാണെന്ന് ചോദിക്കുമ്പോൾ ഈശോ എന്താണ് പറയുന്നത്? അതൊന്നുമല്ല, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാൻ വേണ്ടിയാണ്. അപ്പോൾ ഏത് രീതിയിലാണ് നമ്മുടെ കുടുംബങ്ങളിൽ സഹനമുണ്ടെങ്കിൽ തന്നെയും ആത്യന്തികമായി നമ്മൾക്കുണ്ടാകേണ്ട ഒരു ബോധ്യം ഇത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ദൈവം അനുവദിക്കുന്നതാണ്. ഇപ്പോൾ പാരമ്പര്യം വഴി ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ നമുക്ക് ഉണ്ടാകുന്ന മക്കൾക്ക് അല്ലെങ്കിൽ കുടുംബത്തിലൊക്കെ അസ്വസ്ഥതയുള്ളപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ ഈ പറഞ്ഞ രീതിയിൽ ഈശോയ്ക്ക് ജീവിതം ശരിയായി സമർപ്പിച്ച്, തീർച്ചയായിട്ടും ഇപ്പോൾ ഏതെങ്കിലും ആസക്തിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈശോയ്ക്ക് ജീവിതം പൂർണ്ണമായി സമർപ്പിച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനുള്ള കൃപ ഈശോ നമുക്ക് തരും. ആ കാര്യം ഉറപ്പാണ്. പിന്നെ മറ്റൊരു കാര്യം പരിഗണിക്കാനുള്ളത്, ചില വ്യക്തികൾ വളരെ മാരകമായ പാവങ്ങൾ ചെയ്യുന്നു, ആ പാവങ്ങളിൽ മുഴുകുന്നു, അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുന്നു. അപ്പോൾ ഒരർത്ഥത്തിൽ അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുന്നതുകൊണ്ട് ആ ഒരു സ്ഥലത്തും സാഹചര്യങ്ങളുമൊക്കെ ഒരുപക്ഷെ പിശാചിന് വന്ന് പ്രത്യേകമായി അവിടെ ഇടം പിടിക്കാനും അവിടെ തകർച്ചകൾ സൃഷ്ടിക്കാനും ഒക്കെ ഉള്ളൊരു വഴി തുറന്നു കൊടുക്കലാണ്. പ്രത്യേകിച്ച് ഇവരും പിന്നീട് മാനസാന്തരപ്പെടുന്നില്ല, ഇവരും തികച്ചും പാപകരമായ ജീവിതം നയിക്കുന്നു. അപ്പം അങ്ങനെയുള്ള കുടുംബത്തിൽ ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് അടുത്ത തലമുറ വരുമ്പോൾ ഈ പാപത്തിൻ്റെയൊക്കെ ഒരു സ്വാധീനം അവിടെ ഉണ്ടാകാനുള്ള സാധ്യത അതും തള്ളിക്കളയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. സഭയുടെ പ്രബോധനത്തിൽ അതേക്കുറിച്ച് ഒരുപക്ഷെ സഭയിൽ ഈ തിരുസഭയിൽ വെഞ്ചരിപ്പൊക്കെ നടത്തുന്നത് ഇങ്ങനെ മാറിപ്പോകാൻ വേണ്ടിയിട്ടാണ്. അവിടെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, ഈ പിൻതലമുറക്കാർക്ക് മാമോദീസ വഴി ലഭിച്ച കൃപാവരം അവർ നഷ്ടപ്പെടുത്താതെ അതിനെ വർദ്ധിപ്പിച്ച്
ആ മാമദീസയിലെ താലന്തിനെ ഇവർ പൂർണ്ണമാക്കി എടുക്കുകയാണെങ്കിൽ, ഇവർ വലിയൊരു കൃപയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ചുറ്റുപാട് ഇങ്ങനെയുള്ള സ്വാധീനം ഉണ്ടെങ്കിൽ തന്നെ ഇവരെ ബാധിക്കുകയില്ല. അതേസമയത്ത് മാമദീസ ലഭിച്ച കൃപയെ ഇവരെ സഹകരിച്ച് വളർത്തുന്നില്ല, അലസമായി ജീവിക്കുന്നു, പാപകരമായി ജീവിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ചുറ്റുപാടുള്ള പൈശാചികമായ സ്വാധീനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെ സ്വാധീനിക്കാൻ, ഇവരെ തകർക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ എന്താണ് പോംവഴിയുള്ളത്? ഇവിടെയും പോംവഴിയുള്ളത് കൃപയിൽ വളരുക, ഈശോയുമായുള്ള വ്യക്തിബന്ധം വർദ്ധിപ്പിച്ച് കൃപയിൽ വളരുക എന്നത് തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്, നമുക്കറിയാം നമ്മളുടെ കുടുംബത്തിലുള്ളവരെല്ലാം ഇപ്പം ഒരു കുടുംബ വൃക്ഷം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും നമ്മളെ ദൈവം ഒരു പ്രത്യേക കുടുംബത്തിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഒരു പദ്ധതി തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലുള്ളവർ നമുക്കൊരു പ്രത്യേക ബന്ധമുണ്ട്, ഒരു പ്രത്യേക സ്നേഹമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് കഴിഞ്ഞ തലമുറയിൽപ്പെട്ട ഒരാൾ മരിച്ചുപോയി, അദ്ദേഹം ശുദ്ധീകരണാവസ്ഥ എന്ന് വിചാരിക്കുക. അവിടെ അദ്ദേഹം വേദനിക്കുകയാണ്. പൗലോസ്ലീഹയുടെ വചനമനുസരിച്ച് ഒരവയവം വേദനിക്കുമ്പോൾ മറ്റവയവങ്ങൾ വേദന ഉണ്ടാകണം. ഒരുപക്ഷേ ശുദ്ധീകരണത്തിലുള്ള ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ, അവരവിടെ വേദന അനുഭവിക്കുകയാണെങ്കിൽ, അവരവിടെ വേദന അനുഭവിക്കുന്നുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി ചില വേദനകൾ ദൈവം അനുവദിക്കുമോ എന്നതും ഒരു ധ്യാന വിഷയമാണ്. നമുക്ക് ആത്മീയമായിട്ടോ മാനസികമായിട്ടോ ഭൗതികമായിട്ടൊക്കെ ചില വേദനകൾ അതായത് ഒരു അവയർനെസ് ഉണ്ടാക്കി അവർക്ക് വേണ്ടി അവരവിടെ വേദന അനുഭവിക്കുന്നു. അതിൻ്റെ ഒരു കോൺസിക്വൻസ് ആണ്. അവരവിടെ നമ്മളെ ഒരവയവം വേദനിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൂടി വേദനിക്കുന്നതിൻ്റെ ഭാഗമാണ്. അങ്ങനെ പെട്ടെന്ന് നമ്മൾ പെട്ടെന്ന് അവർക്ക് വേണ്ടി സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മളെ വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നമ്മളിലെ പ്രശ്നങ്ങൾ മാറുന്നു. അതേസമയത്ത് തന്നെ അവർക്ക് വേദന ഇല്ലാതെ തീരുന്നു. അങ്ങനെ ഒരു സാഹചര്യവും ഉണ്ടോ എന്നതിനെക്കുറിച്ച് ഉള്ള ഒരു ചിന്ത വരികയുണ്ടായി. അതായത് ശുദ്ധീകരണ സ്ഥലത്തിൽ വേദന അനുഭവിക്കുന്നവരുടെ വേദന നമുക്കുകൂടി ദൈവം ഏതെങ്കിലും രീതിയിൽ വെളിപ്പെടുത്തി അവർക്ക് വേണ്ടി ശരിക്കും പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളെ പ്രചോദിപ്പിച്ച്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കുന്ന ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിശുദ്ധിയിലായിരിക്കണം, സ്നേഹത്തിലായിരിക്കണം. ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ പ്രാർത്ഥന ഫലദായകമാകുന്നത് ആ വ്യക്തിയുടെ വിശുദ്ധിയും ആ വ്യക്തിയിലെ സ്നേഹത്തിന് അളവനുസരിച്ചാണ്. അപ്പം നമ്മളങ്ങനെ പ്രാർത്ഥിക്കുകയും പരസ്പരം സ്നേഹിക്കുകയും ചെയ്ത വഴിയായിട്ട് നമ്മൾ കൃപയിൽ വളരുന്നു, നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് വേദന മാറി അവർ സ്വർഗപ്രാപ്തിക്ക് യോഗ്യരായിത്തീരുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു അവസ്ഥയും ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ വേണ്ടി തോന്നി. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം പ്രധാനമായിട്ട് ഇതായിരുന്നു. ഈശോയ്ക്ക് ഒരു വ്യക്തി ജീവിതം പൂർണ്ണമായി സമർപ്പിച്ച് ഈശോയോട് ചേർന്ന ദൈവസ്നേഹത്തിൽ പുരോഗമിക്കുന്നതനുസരിച്ച് ആ വ്യക്തിയുടെ കുടുംബത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് ഈശോ മാറ്റിക്കളയും. ആ വ്യക്തിക്ക് ശേഷമുള്ള അടുത്ത തലമുറ ശക്തമായിട്ട് അനുഗ്രഹിക്കപ്പെടും. അതോടൊപ്പം തന്നെ ഇയാളുടെ മുൻ തലമുറയിൽ പ്രത്യേകിച്ച് ശുദ്ധീകരണാവസ്ഥയിലൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഇതിൻ്റെ ഫലം ലഭിക്കുകയും അവരും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ ശരിക്കും കൃപാവരത്തിൽ ജീവിച്ചില്ലെങ്കിൽ, ഇപ്പോൾ ഈ പ്രത്യേകിച്ച് കഴിഞ്ഞ തലമുറയിൽപ്പെട്ടവരൊക്കെ ശരിക്കും കൃപാവരത്തിൽ ജീവിച്ചില്ലെങ്കിൽ, മറിച്ച് കൃപാവരത്തിൽ ജീവിക്കുകയായിരുന്നെങ്കിൽ, നമ്മളെ കഴിഞ്ഞ തലമുറയിൽപ്പെട്ടവരൊക്കെ വലിയ കൃപാവരത്തിൽ ജീവിക്കുകയായിരുന്നെങ്കിൽ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മളുടെ പ്രകൃതി തന്നെ, നമ്മുടെ നേച്ചർ തന്നെ ശരിക്കും വിശുദ്ധിയിലേക്ക് ജീവിക്കുന്നതിന് ഭാഗമായിട്ട് നിന്നേനെ. അതുകൊണ്ട് നമ്മൾ വിശുദ്ധി ജീവിക്കുകയാണെങ്കിൽ നമ്മളിലൂടെ ജനിക്കുന്ന കുട്ടികൾക്ക് വിശുദ്ധിയുള്ളൊരു പ്രകൃതി ലഭിക്കാൻ കൂടുതൽ കാരണമായി തീരും. സൽസ്വഭാവത്തിൽ വളരാൻ വേണ്ടി കുറച്ചുകൂടി അവർക്ക് ഒരു പ്രകൃതി അവർക്ക് ലഭിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് കൂടുതൽ വിശുദ്ധി ജീവിച്ച് ഈ പറഞ്ഞ എല്ലാ രീതിയിലും നമുക്ക് സ്വർഗത്തിലേക്ക് നീങ്ങാം. നമുക്ക് മുമ്പുള്ള ശുദ്ധിരാത്മാക്കൾക്ക് നമുക്ക് സഹായം ചെയ്യാം, നമ്മുടെ ചുറ്റുമുള്ളവർക്ക് സഹായം ചെയ്യാം, കുടുംബത്തിലുള്ളവർക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാം. മാത്രമല്ല വരും തലമുറകൾക്കും വലിയ ഒരു കൃപയുടെ വഴിയാകാൻ നമുക്ക് സാധിക്കും. അതിന് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ബോധ്യങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ പരമാവധി പേരിലേക്ക് ഇത് ഷെയർ ചെയ്ത് ഇത്തരം ബോധ്യങ്ങളിലേക്ക് അവരും വളരെ നല്ലതാണ് നിങ്ങൾക്കൊരു ചിന്ത വരുന്നുണ്ടെങ്കിൽ അങ്ങനെ സഹായിക്കുക. ഈശോ എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ. ആമേൻ.